NSS SNDP ഐക്യ ചർച്ചയെ സ്വാഗതം ചെയ്ത് NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിക്കാതെയിരിക്കും ഐക്യം രാഷ്ട്രീയ നേതാവായല്ല സാമുദായിക നേതാവായാണ് തുഷാറിനെ കാണുന്നത്. ഹിന്ദുക്കളുടെ യോജിപ്പില്ലായ്മ വെല്ലുവിളിയാണ്. വെള്ളാപ്പള്ളി NSSുമായി ഇനി പ്രശ്നമുണ്ടാകില്ല എന്ന് പറഞ്ഞത് നല്ല കാര്യമാണെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ഞാൻ അദ്ദേഹം വന്ന എൻ്റെ ഒരു മകനെ പോലെ അനിയനെ പോലെ സ്വീകരിക്കും. അത്രേ ഉള്ളൂ. രാഷ്ട്രീയ നേതാവായിട്ട് സ്വീകരിക്കുന്നതല്ല. ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് യോഗം വിളിച്ചു കൂട്ടി. യോഗം എന്ന് പറയുന്നത് ഇവിടെ ഡയറക്റ്റ് കൊടുക്കും. പരമോന്നത സഭ അതാണ്. അവർ വിളിച്ച് ഈ വിവരങ്ങൾ പറയണം. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഈ ഐക്യത്തിനുള്ള തീരുമാനം അവിടെ ഉണ്ടാകും. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഈ ഐക്യം ഇതിനെ സ്വാഗതം ചെയ്യുകയാണോ NSS? തീർച്ചയായും അമൃത, തുറന്ന മനസ്സോടെ ഐക്യത്തെ സ്വാഗതം ചെയ്യുകയാണ് NSS നേതൃത്വം. അക്കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയത്. തുഷാർ വരട്ടെ, ചർച്ച നടക്കട്ടെ എന്നതാണ് അദ്ദേഹം പ്രതികരിച്ചത്. രാഷ്ട്രീയ നേതാവല്ല, ഒരു സാമുദായിക നേതാവായാണ് തുഷാറിനെ കാണുന്നത്. ഒരു മകന്റെ സ്ഥാനത്ത് നിന്നുള്ള സ്വീകരണം നൽകും. ഡയറക്ടർ ബോർഡ് ചേർന്ന് NSS വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തും ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആയിട്ടല്ല, നേരെ മറിച്ച് സാമൂഹ്യ വിഷയങ്ങളിൽ പൊതുവായി കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇത്തരത്തിൽ ഹൈന്ദവ സംഘടന പ്രബല സമുദായങ്ങളുടെ ഐക്യം. അതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്ക് പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭീഷണി മാത്രമേ ഈ ഐക്യത്തിന് പ്രശ്നമുള്ളൂ. ഇനി വെള്ളാപ്പള്ളി നടേശനുമായി പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹം മുമ്പുണ്ടായ ഐക്യ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ട കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കൂടാതെ VD സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ, ഈ ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ VD സതീശനെ എടുത്തു വെക്കേണ്ട കാര്യമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അനാവശ്യമായ അത്തരം ചർച്ചകളിലേക്ക് പോകേണ്ട, SNDP NSS ഐക്യത്തെ ആ നിലയ്ക്ക് നിങ്ങൾ കണ്ടാൽ മതി എന്നതാണ് പറയുന്നത്. കൂടാതെ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളെ നഷ്ടപ്പെടുത്താതുള്ള ഐക്യ ശ്രമങ്ങളായിരിക്കും. പൊതുവെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളോട്, പ്രത്യേകിച്ച് ചില വിദ്വേഷ പരാമർശങ്ങളോടൊന്നും തനിക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അക്കാര്യം അടിവരയിട്ട് പറയുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ബലികഴിക്കാതുള്ള ഒരു ഐക്യശ്രമമായിരിക്കും, കൈകോർക്കലായിരിക്കും ഉണ്ടാകുക. സമദൂര നിലപാട് തന്നെയായിരിക്കും NSSനുണ്ടാകുക. SNDPക്കും അവരുടെ സംഘടനാപരമായ നിലപാടുകൾ സ്വീകരിക്കാം. പക്ഷേ പൊതുവിഷയങ്ങളിൽ, സാമൂഹ്യ വിഷയങ്ങളിൽ, ശബരിമല അടക്കമുള്ള പൊതുവിഷയങ്ങളിൽ, വിശ്വാസപരമായ വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുമെന്നുള്ള പൊതു കാര്യമാണ് NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും കൂടാതെ ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ED അന്വേഷണം അടക്കം മാധ്യമങ്ങൾ ഉയർത്തിയപ്പോൾ അത് നടക്കട്ടെ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. കടകംപള്ളിയല്ല, ഏത് വലിയ പുള്ളിയാണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമല അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതോടൊപ്പം VD സതീശന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പും അടക്കം വിജയിച്ചത് കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്, അതിനുശേഷം ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി, അതൊരു ചെറിയ സ്ഥലത്തെ മാത്രം കാര്യം ഉയർത്തി അങ്ങനെ ഒരു തുടർഭരണ കാര്യമൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് തുടർഭരണം പ്രവചിക്കാൻ താൻ ആളല്ല എന്നുള്ള കാര്യവും ജി സുകുമാരൻ നായർ വ്യക്തമാക്കുകയും ചെയ്തു. ശരി. കൂടാതെ NSS SNDP ഐക്യത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിമർശനത്തെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ചില മാന്യന്മാർ വീട്ടുമുറ്റത്തിരുന്ന് ഈ പടച്ചുവിടുന്നതാണ് ഇത്തരം വിമർശനങ്ങൾ എന്നാണ് സമൂഹ മാധ്യമ വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കാലഘട്ടത്തിന്റെ ആവശ്യമായാണ് ഈ ഐക്യത്തെ കാണുന്നത്. തുറന്ന സമീപനത്തോടെ ചർച്ചകൾക്ക് തയ്യാറാണ്. വെള്ളാപ്പള്ളിയുടെ മകനായ തുഷാർ വെള്ളാപ്പള്ളി ഇവിടെ എത്തുമ്പോൾ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ താൻ സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ജി സുകുമാരൻ നായർ പറഞ്ഞു വെക്കുന്നത്. ഡയറക്ടർ ബോർഡ് ചേർന്നായിരിക്കും ഇക്കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമെടുക്കുക എന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. അമൃത.